ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങളുടെ കൈ വരച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണമെന്ന് മറന്നുപോയി നിന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെ നോക്കണമെന്നറിയാതെ വിയർത്ത് കാലൊക്കെ വിറച്ച് പേടിച്ച് നിന്നിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ആ ഒരു ഫിനോമിനെ പറയുന്നതാണ് സോഷ്യൽ ആൻസൈറ്റി. സോഷ്യൽ ആൻസൈറ്റിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്താണ് സോഷ്യൽ ആൻസൈറ്റി? സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു ആളുകൾ കൂടി നിൽക്കുന്ന നമ്മളുടെ സൊസൈറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള സർക്കിൾ ആണെങ്കിലും ആൾക്കൂട്ടം ഉള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നെർവസ്നെസ്, ആൻസൈറ്റി, അതുപോലെ നമ്മളുടെ ടെമ്പർമെന്റിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ കോൺഫിഡൻസ് കുറയുന്നു, നമുക്ക് എന്ത് സംസാരിക്കണം എന്നറിയില്ല, നമ്മൾ ഓൾറെഡി സംസാരിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോഷ്യൽ ആൻസൈറ്റിയെ നമുക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാം? സോഷ്യൽ ആൻസൈറ്റി നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് മനസ്സിലാക്കുക. സോഷ്യൽ ആൻസൈറ്റി കൂടുതലായിട്ട് വരുന്നത് ഇൻസെക്യൂരിറ്റി, അതുപോലെ ഇൻസെക്യൂരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയെ പറ്റി ഞാൻ ചെയ്ത ആ വീഡിയോ പോയി കാണുക. ഇൻസെക്യൂരിറ്റി അതുപോലെ സെൽഫ് ഹേറ്റ്രഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി കൂടുതലായി വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സെൽഫ് ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ബ്ലോക്ക് മറികടന്ന് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്ത് തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മൾ സോഷ്യൽ ആൻസൈറ്റി ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്നാലും നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ തുടരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് തന്നെ ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. CBT അവർ നിങ്ങൾക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. CBTയിലൂടെ ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് CBTയെ പറ്റി നോക്കാം. ഇനി നമ്മൾ ഈ സോഷ്യൽ ആൻസൈറ്റിയുടെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കോൺഫിഡൻസ് ലെവൽ ഇഷ്യൂ ആണ് പബ്ലിക് സ്പീക്കിംഗ് ഇഷ്യൂസ്. പബ്ലിക്കായിട്ട് ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ, ഒരു പ്ലെഡ്ജ് പറയാനൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോ ആങ്കർ ചെയ്യാൻ, ഹോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നിങ്ങൾ മടിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിനോട്ട് ഇഴ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ടു ഓവർകം പബ്ലിക് സ്പീക്കിംഗ് ഇഷ്യൂസ്. അതുമാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ പബ്ലിക് സ്പീക്കിങ്ങിലോട്ട് എക്സ്പോസ് ചെയ്യുക. അതുപോലെ കാര്യങ്ങൾ ഏറ്റെടുക്കുക. അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം മാറുന്നത്. പക്ഷെ നിങ്ങൾ അതിനും ഷൈ ആയിട്ടുള്ള കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് തന്നെ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന് മുന്നിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ മുന്നിൽ നിങ്ങൾ പറയാൻ പോകുന്ന സ്പീച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. എല്ലാവർക്കും പബ്ലിക് സ്പീക്കേഴ്സിന് ഇനി വരും തലമുറയിലെ പബ്ലിക് സ്പീക്കേഴ്സിനൊക്കെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.